പിള്ളേർ വരുന്നതിന് മുമ്പ് തന്നെ എന്തുണ്ടാക്കണം എന്ന് ആലോചിച്ചിരുന്നപ്പോഴാണ് 2 പഴം ഇങ്ങനെ എന്നെ കിടന്ന് മാടി മാടി വിളിച്ചത് കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ കരുതിയിട്ട് വാഴയ്ക്കപ്പം ഉണ്ടാക്കുന്നത്. വാഴയ്ക്കപ്പം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് അറിയില്ല, നമ്മുടെ പഴംപൊരിയില്ലേ, അതാ നമ്മുടെ നാട്ടിൽ വാഴയ്ക്കപ്പം ഒന്നും ഉണ്ടാകും കേട്ടോ, ട്രിവാൻഡ്രം ഭാഗത്ത്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ ഉണ്ടാക്കാൻ, എന്നാലും പറഞ്ഞു തരാം. കുറച്ച് മൈദമാവും പിന്നെ പഞ്ചസാരയും പിന്നെ കുറച്ച് മാവുണ്ടാകും കേട്ടോ, ദോശമാവിൻ്റെ, അതും കൂടെ ഇട്ടിട്ട് എന്നാലും നല്ല രീതിയിൽ പുളിക്കുള്ളൂ. പിന്നെ പഞ്ചസാരയും എല്ലാം കൂടെ ചേർത്ത് മഞ്ഞപ്പൊടിയൊക്കെ അധികം ചേർത്തിട്ടൊന്ന് കുഴയ്ക്കേണ്ട, അങ്ങോട്ട് കലങ്ങണില്ല, നല്ല രീതിയിലൊന്ന് കലക്കി അവസാനം കലക്കിയെടുത്തു. എന്നിട്ട് എനിക്കുണ്ടായിരുന്ന 2 ഇതിനെ എടുത്തിട്ട് നന്നായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാനുണ്ടാ. ഞാനാണെങ്കിൽ 2ആയിട്ട് അല്ലാതെയും കൂടെ കട്ട് ചെയ്തിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ നമുക്ക് എന്തായാലും തികയുള്ളൂ, എന്താണ് 2ആയിട്ട് കൂട്ടി മുട്ടിക്കണ്ടേ എന്നൊക്കെ പറയില്ലേ, അതുപോലെ. അപ്പോൾ ഞാൻ നല്ലപോലെ കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ, ചെറിയ രീതിയിൽ. ഇങ്ങനെ എല്ലാവരും ഉണ്ടാക്കുമെന്ന് അറിയാൻ വയ്യ, ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ടൊക്കെ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ വാഴയ്ക്കപ്പം ഉണ്ടാക്കാനായിട്ടുള്ള നമ്മുടെ പഴം, ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എണ്ണ ചൂടാക്കാനുള്ള ക്ഷമയൊന്നും കിട്ടിയില്ല കേട്ടോ, അതിലോട്ട് വാരിയങ്ങ് ഇട്ട്. അപ്പോൾ ആയി വരുന്നുണ്ട്. അപ്പോൾ നമ്മളെ മോൾ വന്നെത്തി കേട്ടോ. അപ്പോൾ വരുമ്പോൾ തന്നെ വന്നിട്ട് പിറകൊക്കെ കഴുകിയിട്ടാണ് കഴിക്കുന്നത്. അപ്പോൾ നമ്മൾ വാഴയ്ക്കപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചായയും കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ചായയും വാഴയ്ക്കപ്പം കൂടെ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ചാനൽ കയറി സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ബൈ.